ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കിടിലൻ മേയറാണ്, തിരുവനന്തപുരത്തിന്റെ സ്വന്തം വി രാജേഷ്. ഞാനൊരു വളരെ ഹാർഡ് കോർ BJP പ്രവർത്തകൻ. RSSന്റെ ശാഖയിൽ പോയി ABVPയുടെ പ്രവർത്തനത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ താലൂക്ക് പ്രസിഡന്റ് എന്നുള്ള ഏറ്റവും താഴെത്തട്ടുള്ള പ്രവർത്തനം നടത്തി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയായി BJPയുടെ ജില്ലാ പ്രസിഡന്റായി ഇതൊക്കെ വഹിച്ച് വളർന്ന മരിക്കുന്നതുവരെയും BJPക്കാരനായിട്ട് ഒരു ഹാർഡ് കോർ BJP പ്രവർത്തകനാണ്. ഞാനാണ് ഇവിടുത്തെ മേയർ. എൻ്റെ പാർട്ടിയാണ് എന്നെ മേയറാക്കിയത്. ഇപ്പോഴത്തെ തിരുവനന്തപുരത്തിൽ നിന്നും 5 വർഷത്തിന് ശേഷമുള്ള തിരുവനന്തപുരം ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളത് നേരത്തെ പറഞ്ഞ അതൊരു മാറ്റമില്ല. 5 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, 1 തെരുവുനായ ശല്യത്തിൽ നിന്ന് നഗരത്തെ മോചിപ്പിക്കണം, 2 ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണം, 3 ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കണം, മറ്റൊന്ന് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശാസ്ത്രീയമാക്കണം. ഒക്കെയാണ് മിക്കവാറും ഒരു ജൂലൈ പകുതിയോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് PWD, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, സ്മാർട്ട് സിറ്റി, KRFB, റെയിൽവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ പ്ലാൻ ഉണ്ടാകും. ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടും കുടിവെള്ള പ്രശ്നവും പരിഹരിക്കുവാനുള്ള മെക്കാനിസം തേടുകയാണ്. വളരെ റീസെന്റ് അടുത്ത കാലഘട്ടത്തിൽ തന്നെ BJP കേരളം ഭരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള വിഷനും മിഷനും ഉണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ 2047 ഇന്ത്യ ലോകത്തിന് നേതൃത്വം കൊടുക്കണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഹായ്, ഹലോ, നമസ്കാരം. ഓപ്പൺ സംവാദിൽ ഇറ്റ്സ് മീ ആജു വരുൺ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കിടിലൻ മേയറാണ്, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം വി രാജേഷ്. ചേട്ടാ നമസ്കാരം. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു മേയറൊക്കെ ആയി എന്താണ് തിരുവനന്തപുരത്തെ കുറിച്ച് പറയാനുള്ളത്? തിരുവനന്തപുരത്തെക്കുറിച്ച് ഞാൻ പറയാനുള്ളതൊക്കെ മേയറായതിനു ശേഷം പറയാനുള്ളതൊക്കെ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞു. പിന്നെ തിരുവനന്തപുരം വളരെ മനോഹരമാണ്. തിരുവനന്തപുരം വളരെ സാധ്യത ഉള്ള സ്ഥലമാണ്. വളരെ നല്ല രീതിയിൽ ജനാധിപത്യ ബോധമുള്ള ജനങ്ങളാണ്. പ്രകൃതി കനിഞ്ഞരുളിയ സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് അതിന് പരമാവധി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. നന്നായിട്ട് മുന്നേറ്റമുണ്ട്. ഈ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് കണ്ടിട്ടുള്ളത് എന്താ? ഒരു സവിശേഷതയല്ല, ഒരുപാട് സവിശേഷതകൾ ഉള്ള സ്ഥലമാണ് തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പോലെ ഇത്രയും മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രം ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. വിഴിഞ്ഞം പോർട്ട്, ഇത്രയും ആഴമുള്ള ഒരു പോർട്ട് ലോകത്തിലുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്ത മനോഹാരിതകളുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. ഇത്രയുമാണ് ഒന്നോ രണ്ടോ വാക്കുകൾ. നമുക്ക് ഒരു ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരാത്ത, ഒറ്റ വാക്കിലല്ല, ഒരു എസ്സേ എഴുതിയാലും തീരാത്തത്രത്തോളം പാരമ്പര്യമുള്ള സാധ്യതയുള്ള നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ ഇതിന് മുമ്പ് പ്രതിപക്ഷത്ത് ഇരുന്നു, ഇപ്പോൾ ഭരണപക്ഷത്തേക്ക് വന്നു. മേയറായി വന്നതിന് ശേഷം ഏറ്റവും കൂടുതലും നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതായത് ഇതിനു മുമ്പ് വേറൊരു ഭരണസമിതിയാണ്, അതിനുശേഷം പുതിയൊരു ഭരണസമിതി രൂപം കൊണ്ടുവന്നു. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പരിധികളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഞാൻ ഒന്നിനെ അങ്ങനെ വെല്ലുവിളിയായിട്ട് കാണുന്നില്ല, ഒരു സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളെ ഞങ്ങളുടെ അവസരമായിട്ട് പ്രയോജനപ്പെടുത്തുക. അല്ലാതെ ഞാൻ ഒന്നിനെയും ഇപ്പം പാർട്ടി പ്രവർത്തനം മാത്രം നടത്തിയ എന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ വെല്ലുവിളിയായിട്ടൊക്കെ കണ്ടിരുന്നു. ആ സാഹചര്യമൊക്കെ മാറി. ഇപ്പോൾ ഓരോരോ സിറ്റുവേഷനെയും ചില സിറ്റുവേഷൻ നമുക്ക് കുറച്ച് ടഫായിരിക്കും, അതിനെ മറികടക്കാൻ വേണ്ടി കുറച്ചുകൂടി ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ തന്നെ ഓരോ അവസരങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ എല്ലാത്തിനും പ്രതിവിധിയുണ്ട്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായിരിക്കും. ആ പരിഹാരം കണ്ടെത്തുക, അത് സാധ്യമായ ഏറ്റവും ഈസിയസ്റ്റ് വേയിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയൊരു ബാക്ക് സപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബാക്ക് സപ്പോർട്ട് ഒന്നുമില്ലായിരുന്ന സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അനുഭവമാണ്. BJPക്ക് ഒരു സംവിധാനം? BJP അല്ല, ഞാൻ ABVP ആയിരുന്നല്ലോ. അപ്പോൾ 4-3-7 പേരെ വെച്ചിട്ടൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 2 പേരെ വെച്ച് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലായിരുന്നിട്ടുണ്ട്. സ്കൂട്ടറിൽ പെട്രോൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലാതെ പകച്ചു നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ നമ്മൾ അറിയാതെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ആയിരുന്നു മുതൽക്കൂട്ട്. അതിനുശേഷം യുവമോർച്ചയായിരുന്നപ്പോഴൊക്കെ തന്നെ. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഞങ്ങൾ സമാനതയില്ലാത്ത സമരം അഴിമതിക്കെതിരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ LDF ആയിരുന്നു കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്, LDF ആയിരുന്നു സംസ്ഥാനം ഭരിച്ചിരുന്നത്. ആ സമയത്തൊക്കെ ഉണ്ടായ അനുഭവങ്ങളുണ്ട്.
ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് മുതൽക്കൂട്ട്. അപ്പോൾ ആ ഒരു സമയത്തെ ഭരണം എങ്ങനെയായിരുന്നു? അതായത് മാക്സിമം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത ഒരു ഭരണമായിരുന്നു ആ ഒരു ടൈമിലുള്ളത്. അല്ല, അത് അന്നത്തെ ഒരു ശൈലിയും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ നയമൊക്കെ ആയിരുന്നു. ഞാൻ ഇനിയിപ്പോൾ അതിനെ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമായതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാലും പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു ആ ഒരു സമയത്ത്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ആണ് ഈ ഇലക്ഷന് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാവാൻ സാധിച്ചത്. അതും ഒരു ഘടകമായിരുന്നു. പല ഘടകങ്ങളിലൊന്നും അതുമായിരുന്നു. എപ്പോഴും ഇങ്ങനെ പല ന്യൂസസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭയങ്കരമായിട്ട് കണ്ണുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അദ്ദേഹത്തിന് ഭയങ്കര ഒരു വിഷനുണ്ട് തിരുവനന്തപുരത്തെക്കുറിച്ച്, ഇവിടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെയുള്ളത്. അതിലെന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടോ? അതൊരു യാഥാർത്ഥ്യമേ ഉള്ളൂ. അദ്ദേഹത്തിന് കേരളത്തെ മുഴുവനായും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ആയിരുന്നപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള സംസ്ഥാനം ഒന്ന് കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രവർത്തകരുടെ ഡെഡിക്കേഷൻ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ ഒരു പ്രവർത്തകരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഒരു ഭരണം ലഭിക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നരേന്ദ്രമോദി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പം കോർപ്പറേഷൻ്റെ ഭരണത്തിലേക്ക് കടന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്ത് തരത്തിലുള്ള സപ്പോർട്ടും തരാം എന്നൊക്കെയുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേയർ എന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ? അദ്ദേഹം വളരെ വലിയ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മൾ എന്താവശ്യപ്പെട്ടാലും കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വി രാജേഷ് എന്ന മേയർ ഒരു മാധ്യമത്തിൽ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ആ വാർത്താ അവതാരക അങ്ങനെയാണ് ഇവിടെ എന്തുകൊണ്ട് മാറാത്തത് മാറും എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് പരിഹാരം കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? അതിനെയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ എൻജോയ് ആണ് ചെയ്യുന്നത്. വിമർശിക്കുവാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ ആസ്വദിച്ചുകൊണ്ട് മറുപടി പറയും. അതിനെ ആസ്വദിച്ചുകൊണ്ട് അതിൽ വിമർശിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ഭാഗത്ത് തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പം തന്നെ തിരുത്താൻ തയ്യാറാണ്. നമ്മൾ ഒച്ച കൂട്ടേണ്ട ആവശ്യമില്ല. കുറച്ച് നിലപാടെന്ന് പറഞ്ഞാൽ കുറച്ച് നിലപാടെടുത്തിട്ട് അവർക്ക് ബോധ്യമായ രീതിയിൽ പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് പൊതുപ്രവർത്തനത്തിൽ എല്ലാവർക്കും പരസ്പരം ഒരു ബഹുമാനം ഉണ്ടാകണം. ഈ പോളിസിയൊക്കെ കീപ്പ് ചെയ്ത് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു തന്നെയാണ് പോകുന്നത്. തയ്യാറാണ്. പിന്നെ തിരുത്തണമല്ലോ. അതെ. അല്ല, ആ ഒരു ക്ലിപ്പിംഗ് മാത്രം എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ വാട്സപ്പ് സ്റ്റാറ്റസും അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു. കാര്യം മേയറുടെ ചുട്ട മറുപടി എന്ന് ചർച്ചകളിൽ പങ്കെടുത്തുള്ള ഒരാളാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഭയങ്കര ഓപ്പോസിറ്റ് ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകന് ഒരു അജണ്ട ഉണ്ടായിരിക്കാം, ഓപ്പോസിറ്റ് ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് അവരുടെ ഒരു അജണ്ട ഉണ്ടായിരിക്കാം. പക്ഷെ ഇവരൊക്കെ എത്ര പ്രൊവോക്ക് ചെയ്താലും മറുപടി പറയുന്നതായിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു ആളായിട്ടാണ് ഞാൻ കണ്ടത്. ശരിക്കും എന്താണ് അതിന്റെ ഒരു ഈ ഇന്റർവ്യൂ നിങ്ങൾ എടുക്കുമ്പോഴേക്കും ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, തെരുവ് നായ ശല്യം പരിഹരിക്കുക എന്നുള്ളതിൻ്റെ ആദ്യഘട്ടം ഞങ്ങൾ വിജയിച്ചു. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഈ നഗരത്തിലെ തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ പോയിരുന്നു. ഇന്ന് രാവിലെ 26 തെരുവ് നായ്ക്കളെ പല സ്ഥലത്തുനിന്നും പിടിച്ചു. അതിലൊരു പോയിന്റിൽ ഞാൻ പോയിരുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ, തെരുവ് നായെ പിടിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കാണാൻ വേണ്ടി 1.5 മണിക്കൂർ ഞാൻ അവരോടൊപ്പം ചിലവഴിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളിതിനെ ABC ആനിമൽ ബർത്ത് കൺട്രോൾ നടത്തിയിട്ട് ഞങ്ങൾ ഷെൽട്ടറിലേക്ക് മാറ്റിയാണ്. സാധാരണ പലരും ചെയ്യുന്നത് ഷെൽട്ടർ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന ഈ തെരുവ് നായ്ക്കളെ ABC നടത്തിയിട്ട് തിരിച്ചു കൊണ്ടുവിടും. ഞങ്ങൾ അതേ സ്ഥലത്ത് വിടും. ഞങ്ങൾ തിരിച്ചു വിടുന്നില്ല. ഞങ്ങളുടെ ഷെൽട്ടറിലേക്ക് മാറ്റിയാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയ്യുന്നത്. അത് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ 4 കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് മാത്രമല്ല നല്ലതായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഏത് നിമിഷം തെരുവുനായ ആക്രമണ സ്ഥലത്തുണ്ടായാലും ആ നിമിഷം അതിനെ പിടിക്കാനുള്ള ഡോഗ് സ്ക്വാഡ് ഇവിടെ റെഡിയാണ്. അല്ല, ഈ ഇതുപോലെ തെരുവുനായ്ക്കളെ പിടിക്കേണ്ട ഈ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ ഒരു പറ്റം ആളുകളുണ്ട്. അപ്പം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പ്രതികരണം എന്താണ്? അല്ല, അവരെന്ത് പ്രതികരിച്ചാൽ അവർ മൃഗങ്ങളെ സ്നേഹിച്ചോട്ടെ. അവർ മൃഗങ്ങളെ സ്നേഹിക്കുന്നതിൽ ആർക്കാ തടസ്സം? അവർ പൂർണ്ണമായിട്ട് സ്നേഹിച്ചോട്ടെ. നമ്മളെ മൃഗങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ അവർക്ക് തല്ലും ഏറൊന്നും കിട്ടാതെ പിടിച്ചുകൊണ്ട് പാർപ്പിച്ച് 3 നേരം ഭക്ഷണം കൊടുക്കുന്നത്. നമുക്ക് സ്നേഹമുണ്ട്, അവർക്ക് മൃഗങ്ങളുടെ നമുക്ക് സ്നേഹമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അതിനെ ആൾക്കാർ തല്ലാതെ അടിക്കാതെയൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്. അവർ സ്നേഹിച്ചോട്ടെ, അതിനാർക്കും ഒരു തടസ്സമില്ല, ഒരു പ്രശ്നമില്ല. അവർ സ്നേഹിക്കണമല്ലോ മൃഗങ്ങളെ. എനിക്ക് സ്നേഹമുണ്ട് മൃഗങ്ങളോട്. ഞാൻ നായ്ക്കളെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ട് അതിനെ പരിപാലിക്കുക എന്നുള്ള സിസ്റ്റമാണ്. ഓക്കെ. അതിനുശേഷം ഏറ്റവും കൂടുതലും ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാലിന്യം. അത് ഇത്രയും വലിയൊരു സിറ്റി, ഇത്രയും പോപ്പുലേഷൻ, ഒരുപാട് കടകൾ,
അപ്പം അതിന് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? അതിന് ഓരോ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആപ്റ്റായിട്ടുള്ള ടെക്നോളജി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് ഓരോ സ്ഥലത്തിൻ്റെയും ഭൂപ്രകൃതി അനുസരിച്ച് അവിടുത്തെ ഘടന, അവിടുത്തെ ഡെമോഗ്രഫിയൊക്കെ അനുസരിച്ചിട്ടാണ് ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ കൈകാര്യം ചെയ്യും പോലെ അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വ്യത്യാസമുണ്ട്, നമുക്ക് സ്പേസ് കുറവാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വേസ്റ്റ് നമുക്ക് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ മേയറായതിനു ശേഷം ഒരുപാട് ചർച്ചകളും ഒരുപാട് ഉദാഹരണങ്ങളും വന്നിട്ടുണ്ട്. ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഫേസ് ചെയ്യുന്നത് വലിയൊരു മഴ ഒരു പെട്ടെന്നൊരു വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം പൊങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ റോഡുകളിൽ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ നടപടികളാണ് ഇപ്പം? ഒരു മാസ്റ്റർ പ്ലാൻ എന്തായാലും ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും അത്? അതിൽ പിന്നെ ഒന്ന്, തിരുവനന്തപുരത്തെ ഏത് സിറ്റിയാണ് മഴ പെയ്താൽ കുറച്ച് അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്താൽ വെള്ളം പൊങ്ങാത്ത സിറ്റി ഏതുണ്ട്? എറണാകുളം ഉണ്ടോ, കോഴിക്കോടുണ്ടോ? ഇതൊക്കെ ഉണ്ട്. അത് അല്ലേ, ഞാനത് വസ്തുതയാണ്. അത് സിറ്റി ഡിസൈൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നമുണ്ട്. മാത്രമല്ല സിറ്റിയിൽ എപ്പോഴും ആൾക്കാർ വന്ന് താമസിച്ചുകൊണ്ടേയിരിക്കും. ഉള്ള സ്ഥലത്തല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? വീട് വയ്ക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലും ലൈസൻസ് കൊടുക്കും, പെർമിറ്റ് കൊടുക്കും. പിന്നെ ഓടകളെല്ലാം തന്നെ നികത്തും, പലതും തണ്ണീർത്തടങ്ങളൊക്കെ തന്നെ നികത്തും. അപ്പോൾ ഈ ഒഴുകി വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്ഥലമില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് വെള്ളം കിട്ടുന്ന സ്ഥലത്തൊക്കെ ഒഴുകുന്നത്. വെള്ളം ഒഴുകാൻ വേണ്ടി നമ്മൾ സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്താലേ വെള്ളം അതിൽ കൂടെ ഒഴുകും. ആ സ്ഥലമൊക്കെ നമ്മൾ കെട്ടിയടയ്ക്കുമ്പോഴേക്കും വെള്ളം അതിനിഷ്ടമുള്ള സ്ഥലത്തോട് ഒഴുകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും റെയിൽവേയും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരവരുടേതായ വസ്തുതകളുണ്ട്. അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നം സോൾവ് ചെയ്യപ്പെടുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അദ്ദേഹം ഉത്തരവാദിത്തത്തിലേറ്റ് ആദ്യഘട്ടം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇക്കാര്യം സംസാരിച്ചു. വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് അദ്ദേഹം പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ മന്ത്രിമാർ, തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രിമാരും ജലസേചന വകുപ്പ് മന്ത്രിയോടും ഒക്കെ തന്നെ മീറ്റിങ്ങുകളിലും വ്യക്തിപരമായിട്ടും മേയർ എന്നുള്ളതൊക്കെ ഞാൻ ഈ ആഴത്തിൽ കാര്യം ചർച്ച ചെയ്തു. അവരൊക്കെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അത്തരത്തിലൊരു, ഇന്നിപ്പോൾ നിങ്ങളുടെ ഇവിടെ ഇരിക്കുമ്പോഴും ഇത് കഴിഞ്ഞാൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺക്ലേവ്, ആ കോൺക്ലേവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ചില എക്സ്പെർട്ടുകൾ ഈ ഓഫീസിൽ വരുന്നുണ്ട്. ഇന്ന് വരുന്നുണ്ട്, 9 മണി കഴിഞ്ഞിട്ട് കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുമായി ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. വാട്ടർ അതോറിറ്റിയുടെ ജോയിന്റ് MD ആയിട്ട് ഞാൻ 1 മണിക്കൂർ മുമ്പ് സംസാരിച്ച് അതിലേക്കാണ് പോകുന്നത്. മുൻ ജില്ലാ കളക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ബിജു പ്രഭാകർ, അദ്ദേഹം ഒരു ഏരിയ അദ്ദേഹം നോക്കാമെന്ന് ഏറ്റു. അങ്ങനെ ഉള്ള ചർച്ചകൾ നടക്കുകയാണ്. മിക്കവാറും ഒരു ജൂലൈ പകുതിയോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, PWD, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, സ്മാർട്ട് സിറ്റി, KRFB, റെയിൽവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ പ്ലാൻ ഉണ്ടാകും. ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടും കുടിവെള്ള പ്രശ്നവും പരിഹരിക്കുവാനുള്ള മെക്കാനിസം തേടുകയാണ് ഞങ്ങൾ. ഓക്കെ. അല്ല, അതിപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓഫീസിൽ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു, മേയർ എത്ര മണി വരെ ഇവിടെ കാണും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഒരു 2 മണി 3 മണി വരെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, 2 മണി വരെ 3 മണി വരെ കാണും എന്നുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ? തെരുവുനായ്ക്കളാണെങ്കിലും മാലിന്യം, ഈ 4 അടിസ്ഥാന പ്രശ്നം പരിഹരിച്ചേ ഒക്കും, മതിയാകുകയുള്ളൂ. അതിനർത്ഥം ഇപ്പോൾ 40-45 വർഷം കൊണ്ട് നമ്മൾ ഈ കോർപ്പറേഷൻ മാറി പലരും ഭരിക്കുകയാണ്. ഓക്കെ. പക്ഷേ ഈ പ്രശ്നം പരിഹരിച്ചില്ല. അപ്പം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാനത് മറ്റൊരു ചാനലിലും പറഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് ബഹിരാകാശത്ത് പോകാനുള്ള മാർഗ്ഗം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുന്നുണ്ട്. ശൂന്യാകാശത്ത് നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ശൂന്യാകാശത്ത് പോയ വ്യക്തി അവിടെ നിന്നുകൊണ്ട് തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ എറണാകുളത്തുള്ള കുട്ടികളുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ 6 കിലോമീറ്റർ നീളമുള്ള ഒരു തോട്ടിലെ വെള്ളം കെട്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇച്ഛാശക്തിയുടെ കുറവോ നമ്മുടെ സിസ്റ്റം എന്തുമാത്രം തകർന്നു കിടക്കുന്നു. ഈ സിസ്റ്റം നേരെയാക്കണം നമ്മൾ. അപ്പോൾ അതിനുള്ള ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എന്ത് പരാജയപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇരിക്കുന്നു എന്നുള്ളത്. ആ അവസ്ഥയിൽ നിന്ന് മോചിതമായാൽ മാത്രമേ നാടിന് മുന്നോട്ട് സാധിക്കൂ. ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ആയിട്ടും
നമുക്ക് ഈ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ഈ എന്താ ഒരു ആമയിഴഞ്ചാൻ തോടും ഒരു പാതറോപുത്രം കുറച്ച് വെള്ളക്കെട്ടിനെ കുറിച്ചും ചിന്തിച്ച് എത്രയോ ഉദ്യോഗസ്ഥർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇതിൻ്റെ പിറകിലാണ്. ഒരു കോർപ്പറേഷൻ്റെ എൻ്റെ സിസ്റ്റം ഇതിൻ്റെ പിറകിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പിറകിലാണ് പല സമയത്തും. പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ വെള്ളത്തിൽ മുങ്ങുന്നു, എന്നിട്ടും പ്രശ്നം പരിഹരിക്കുന്നില്ല. ചിലവാക്കുന്നതാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ്. അതങ്ങനെ ഒരു നാടിന് പോകാൻ സാധിക്കില്ല. അതിനെ ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ ഒരു തിരുത്തലാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മേയറുടെ കുറേ റീൽസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെയൊക്കെ താഴെ വരുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, നേരത്തെയൊക്കെ നമുക്ക് ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പരാതിയൊക്കെ പരിഹരിക്കാനായിട്ട് കോർപ്പറേഷൻ്റെ ഓഫീസ് കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരുവനന്തപുരത്തുകാരന് ഇവിടുത്തെ ഒരു പരാതി ഉണ്ടെങ്കിൽ അയാൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് കണ്ടിട്ട് നടപടി എടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശ്രദ്ധയിൽ വന്ന് അപ്പം തന്നെ ആക്ട് ചെയ്യും. ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊണ്ട് സാധിക്കുന്ന പരിഹാരം അത് നിയമപരമായി തടസ്സമില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പരമാവധി. കാരണം എല്ലാവരുടെ സമയം വാല്യൂബിളാണ്. ഇപ്പോൾ എൻ്റെ സമയത്തിനെ പോലെ വിലയുണ്ട് എൻ്റെ മുമ്പിൽ ഒരു അപേക്ഷയായി വരുന്ന ഒരു വ്യക്തിയുടെയും 24 മണിക്കൂറിൽ എല്ലാവർക്കും ഉള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 24 മണിക്കൂറേ ഉള്ളൂ, അമേരിക്കൻ പ്രസിഡന്റിനും അത്രയേ ഉള്ളൂ, തിരുവനന്തപുരം മേയർക്കും അത്രയേ ഉള്ളൂ, ഒരു സാധാരണ ഒരു ഭാരവാഹിത്വമോ ചുമതലയില്ലാത്തൊരു വ്യക്തിക്കും അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും സമയം വാല്യുബിളാണ് അവരവർക്ക്. അപ്പോൾ അതിനെ ബഹുമാനിക്കുക, അതിനെ പരമാവധി കയറ്റി ഇറക്കി അവരുടെ ശാപവും കൂടി കോർപ്പറേഷൻ ഏറ്റു വാങ്ങാതെ കാര്യം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം അതുപോലെ നടക്കാറില്ല, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറ്റുന്നതൊക്കെ അപ്പം തന്നെ കൺസേൺ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് നിയമപരമായി ഇന്ന് തടസ്സം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയും. നിയമപരമായ തടസ്സമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചു കൊടുക്കണം. തടസ്സം ഉണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഇന്ന നിയമ തടസ്സമുണ്ട്, അതുകൊണ്ട് സാധിക്കില്ല, നിങ്ങൾ റെക്ടിഫൈ ചെയ്യുക. സാധിക്കുന്നുണ്ട്, എന്തിനാ പാവങ്ങളെ നടത്തുന്നത്? 1 മണിക്കൂർ മുമ്പ് പരിഹരിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് പരിശ്രമിക്കുന്നത്. അല്ല, അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിസിബിൾ ആണ്. അതായത് നമുക്ക് അങ്ങനെ പോയി ഇറങ്ങണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പരാതിയായിട്ട് വരണ്ട, നമുക്കൊരു പോസ്റ്റ് ഇട്ടാൽ അതിനുള്ള ഒരു ആക്ഷൻ ഉറപ്പായിട്ടും. ഓക്കെ. അതുപോലെ ഏറ്റവും കൂടുതലും തിരുവനന്തപുരം ഫേസ് ചെയ്യുന്നെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു പ്രശ്നമാണ്, അതായത് നല്ല ഭക്ഷണം അതായത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഇപ്പം റീസെൻ്റായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മേയർ തന്നെ ഇടപെട്ടിട്ട് കുറേ ഹോട്ടൽസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ റീൽസും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ വരുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ഹോട്ടലുകൾക്കെതിരെയുള്ള നടപടികൾ എന്തൊക്കെയാണ്? അല്ല, നല്ല ഭക്ഷണം കിട്ടാൻ തിരുവനന്തപുരം സാധിക്കില്ല എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് കഴിച്ചല്ലേ വളർന്നത്, ഇന്നിപ്പോൾ ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരുന്നത്. നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, ക്വാളിറ്റിയുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്, നന്നായിട്ട് ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഇനിയിപ്പോൾ തന്നെ ഒരു 10 പുതിയ ഹോട്ടൽ വരികയാണ്, സ്റ്റാർ ഹോട്ടൽ വരികയാണ്. പിന്നെ എത്രയോ തട്ട് കടകളുണ്ട്. നല്ല ഭക്ഷണം കിട്ടുന്നതുകൊണ്ടാണ് ആൾക്കാർ വിടുന്നത്. പക്ഷേ നല്ല ഭക്ഷണം അങ്ങനെ കൊടുക്കുമ്പോഴും അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, വീഴ്ച വരുത്തുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില റെയ്ഡുകളും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിനിയും തുടരും. ശരിക്കും അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു നിയമവിരുദ്ധമായിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നടപടികളായിരിക്കും നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? അത് ഞങ്ങൾക്ക് ആ ഹൈജീനിക് സിറ്റുവേഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റു പാലിക്കേണ്ട കോർപ്പറേഷൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ലൈസൻസ് സ്ഥാപനത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ പരിശോധിക്കുന്ന പിന്നെ പഴകിയ ഭക്ഷണമാണോ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് നോട്ടീസ് കൊടുക്കാറുണ്ട്. ചില കടകൾ പൂട്ടേണ്ട കടകളാണ് പൂട്ടിയിട്ട് അതിൻ്റെ ബാക്കി നിയമ നടപടി സ്വീകരിക്കാറുണ്ട്. ചില കാര്യങ്ങൾ ഫൈൻ അടിച്ച് കറക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫൈൻ കൊടുക്കാറുണ്ട്. അങ്ങനെ സാധ്യമായ മാർഗം അവരെ പരമാവധി അവരെ ഉപദ്രവിക്കാതെ അവർ തിരുത്തലിനുള്ളൊരു അവസരം കൊടുക്കുക, ചെയ്ത കുറ്റത്തിനുള്ള നിയമം പറയുന്ന ഒരു ശിക്ഷ ഈടാക്കുക. പരമാവധി ബിസിനസ് നന്നായിട്ട് നടക്കാനുള്ള സാഹചര്യമാണ് ഞങ്ങൾ സൃഷ്ടിക്കുന്നത്. അല്ലാതെ പോയിട്ട് വൈരാഗ്യ ബുദ്ധിയോടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. വൈരാഗ്യ ബുദ്ധിയോടെ പോവുക, അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പരമാവധി കടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു പരിശോധനകളൊക്കെ കഴിഞ്ഞ് അവർക്കത് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം പിന്നീടും ഈ പരിശോധനകൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. നമ്മുടെ വർക്ക് ലോഡിൻ്റെ ഇടയിൽ ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ സാധിക്കില്ല, എനിവേ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. അപ്പം ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, മേയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് സ്പോട്ട് ട്രിവാൻഡ്രത്ത്? അങ്ങനെ ഞാൻ ഒരു കടയുടെ പേരായിട്ട് പ്രത്യേകിച്ച് മേയറായിട്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഒരു കടയുടെ പേരായിട്ട് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേറെ എല്ലാ ഭക്ഷണം മത്സ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് കഴിയും.
കരയുടെ ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള വലിയൊരു മാസ്റ്റർ പ്ലാൻ ആണ് ഇപ്പം ആക്ച്വലി ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം എനിക്ക് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾ, അതായത് കോഴ്സസ് ഒക്കെ പഠിച്ച് ജോലിയില്ലാതെ നിൽക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അവരൊക്കെ ബേസിക്കലി കുറേ രാജ്യത്തേക്കൊക്കെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് അവരുടെ ഒരു ബെറ്റർ ലൈഫ് എക്സ്പീരിയൻസിനും ഒക്കെ ആയിട്ട്. നമുക്ക് എന്തൊക്കെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നഗരസഭയുടെ പരിധിയിൽ നിന്ന് ചെയ്യാൻ സാധിക്കുമോ? നഗരസഭയ്ക്ക് അതിന് പരിമിതിയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കണം. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഇടപെടൽ വേണം. നമുക്കങ്ങനെ കുറേ കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കും. പക്ഷേ നഗരസഭയ്ക്ക് മാത്രമായിട്ട് ചേർന്നുകൊണ്ട് അവരെ പിടിച്ചു നിർത്താനൊക്കെ ഉള്ള പരിമിതിയുണ്ട്. പക്ഷേ ഞങ്ങൾ IT കമ്പനികളൊക്കെ ആയിട്ട് ആലോചിച്ച് തിരുവനന്തപുരത്ത് എല്ലാ സ്ഥാപനങ്ങളായിട്ട് ആലോചിച്ചിട്ട് ഒരു ജോബ് ഫെയറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരു ജോബ് ഫെസ്റ്റ് നടത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പം അവർക്ക് കുറച്ചുകൂടെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ജോലി തേടി വരുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ ഒരു അവസരം ഉണ്ടാക്കിയിട്ട് എല്ലാ സ്ഥാപനങ്ങളെയും വിളിച്ചിട്ട് ഒരു ദിവസം 1-2 ദിവസം അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് കോർപ്പറേഷന്റെ കംപ്ലീറ്റ് അണ്ടറിലായിരിക്കും. അങ്ങനെ ചർച്ച വന്നിട്ടുണ്ട്, ഫുള്ളൊരു പ്ലാൻ ആയിട്ടില്ല. അപ്പം ഈ പറയുന്ന പോലെ ഫ്യൂച്ചറിൽ വരുന്ന കോർപ്പറേഷന്റെ പ്രോജക്ട്സ് ഒക്കെ കാണുമല്ലോ, IT റിലേറ്റഡ് പ്രോജക്ട്സ്, അങ്ങനെയുള്ള പ്രോജക്ട്സ് ഒക്കെ കാണുമല്ലോ. അപ്പം അങ്ങനെ പുറത്തുനിന്ന് ഹയർ ചെയ്യാറുണ്ടോ ഈ കുട്ടികളെ? അങ്ങനെ എന്തെങ്കിലും ചില ഞങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം അങ്ങനെ ആയിട്ടില്ല. ചില പ്രത്യേക ഘട്ടങ്ങൾക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ റോഡ് അത്യാവശ്യം കുറേയൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പായി വരികയാണ്. അപ്പം ഇനിയും പുതിയ സർവീസസ്, ബസ് സർവീസസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോർപ്പറേഷന്റെ പരിധിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ? അതായത് ഇപ്പം പ്രിയദർശിനി ഫ്രീ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കുറേ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇതിൽ വലിയൊരു അടിയാണ്, ഒത്തിരി യാത്രക്കാർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോർപ്പറേഷന്റെ പരിധിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫ്രീ സർവീസ് തുടങ്ങാനൊന്നും ആലോചിച്ചിട്ടില്ല. പൈസ വാങ്ങിച്ചിട്ട് കൊടുത്തവർക്ക് പോയി നടത്താൻ പറ്റില്ല പലയിടത്തും. അതുകൊണ്ട് ഫ്രീയും കൂടെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പ്ലാനില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് തിരുവനന്തപുരം ഒരു 5 വർഷത്തേക്ക് വളരെ നല്ല രീതിയിൽ മാറും, അല്ല ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റി എന്നൊരു തരത്തിലേക്ക് മാറും എന്നുള്ളത്. സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. എങ്ങനെ അവര് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രോപ്പറായിട്ട് മോണിറ്റൈസ് ചെയ്യാറുണ്ടോ? അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ ഭരണം എങ്ങനെയാണ് പോകുന്നത്, അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്ക്? ഗവൺമെന്റ് ആണോ ഉദ്ദേശിച്ചത്, പാർട്ടി? സെൻട്രൽ മിനിസ്ട്രിയുടെ കാര്യം. അല്ല, മിനിസ്ട്രി ഓരോ പരിപാടികളും അങ്ങനെ മോണിറ്റർ ചെയ്യുന്നതായിട്ട് അത് ഇങ്ങനെ എല്ലാ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് BJP. അല്ല, അതിനൊരു മെക്കാനിസം ഉണ്ടാവും. ഞങ്ങളോടത് പറയാറില്ല. അങ്ങനെ ഒരു മെക്കാനിസം ഒരു പക്ഷെ ഉണ്ടാവാം. പാർട്ടി സംവിധാനത്തിലുണ്ടാവും. തീർച്ചയായിട്ടും കൃത്യമായിട്ട് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ പറയില്ല. പക്ഷെ അത് എല്ലാ ഘടകങ്ങളിലും ഉണ്ട്. ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്തും ഉണ്ടാവും. അങ്ങനെയുണ്ട്. അത് പഞ്ചായത്തിനെ ഇപ്പം നേരിട്ട് കേന്ദ്ര പാർട്ടി മോണിറ്റർ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാ സിസ്റ്റത്തെയും മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപരിഘടകങ്ങളുടെ ഒരു നിരീക്ഷണം ഉണ്ടാവും. സ്വാഭാവികമാണ്. ഇനി അതിനുശേഷം ഇപ്പൊ നമ്മൾ BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് യുവാക്കൾ അല്ലെങ്കിൽ യുവാക്കൾ അല്ലെ ഒരു വലിയ ആൾക്കൂട്ടം, ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരാൻ വേണ്ടിയിട്ട് BJP എങ്ങനെയാണ് നമുക്ക് ആളുകളുടെ അടുത്ത് പറയാനുള്ളത്? പൊതുവേ BJPക്ക് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ ലേവല് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെ ലൈവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പം പക്ഷേ ഇത്തരത്തിലുള്ള അവയർനെസ് ആളുകൾക്ക് കൊടുത്തിട്ട് അവരുടെ ഒരു ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ്? അതായത് ഞങ്ങളൊരു വർഗീയ പാർട്ടി അല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞങ്ങളങ്ങനെ ഒരു പക്ഷങ്ങളുടെയും കൂടെ വയ്ക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾ എന്തിനങ്ങനെ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ അല്ലെങ്കിലും അല്ലാത്തൊരു കാര്യം ഞങ്ങൾ എന്തിനാ പറയുന്നത്? നിഷ്പക്ഷമാണ്. ഞാൻ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളങ്ങ് പ്രവർത്തിച്ചാൽ പോരെ. നിങ്ങൾ BJP ഭരിക്കുന്ന ഈ കോർപ്പറേഷനിലാണോ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു പറയുന്ന പരാമർശം? കംഫർട്ട് സോൺ ആണല്ലോ. പിന്നെ എന്താ ഞങ്ങൾ പറഞ്ഞത്? അല്ല, അതെന്താ പറയുക, ഞാൻ ചോദിച്ചത് ഞാൻ 5 മാസമായാലും ഇവിടുത്തെ മേയറായിട്ട്. ഇപ്പൊ BJP ആണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. കഴക്കൂട്ടം മുതൽ കഴക്കൂട്ടം 1ാമത്തെ വാർഡ് തുടങ്ങി അവസാനത്തെ 101ാമത്തെ വാർഡ് വരെ കടന്നു പോകുന്നൊരു മേഖലയുണ്ട്. ഇങ്ങനെ കറങ്ങി വരും. അതിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്ന ഫോർട്ട് വാർഡ് വരാറുണ്ട്, ആറ്റുകാൽ ക്ഷേത്രം ഇരിക്കുന്ന ആറ്റുകാൽ വാർഡ് വരാറുണ്ട്, ഭീമാപ്പള്ളി ഇരിക്കുന്ന ഭീമാപ്പള്ളി വാർഡ് വരാറുണ്ട്, വെട്ടുകാട് പള്ളി ഇരിക്കുന്ന വെട്ടുകാട് വാർഡ് വരാറുണ്ട്, പാളയം പള്ളി ഇരിക്കുന്ന മുസ്ലിം പള്ളി ഇരിക്കുന്ന പാളയം വാർഡുണ്ട്, പാളയത്ത് ക്രിസ്ത്യൻ പള്ളി ഇരിക്കുന്ന പാളയം വാർഡുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഉള്ള ജനങ്ങൾ ചേർന്നാണല്ലോ ഈ കോർപ്പറേഷൻ. പിന്നെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്.
അവരുടെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് കഴിഞ്ഞ 5 മാസത്തെ BJP തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തിൽ അങ്ങ് പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഫീല് ഒരു നിമിഷമെങ്കിലും വന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയൂ? അല്ല, ഞാൻ ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തിയല്ല, അങ്ങനെ ആരെങ്കിലും തിരുവനന്തപുരത്ത് പറയാനുണ്ടോ? എന്റെ അറിവിലില്ല. പിന്നെ താങ്കൾ ചോദ്യത്തിന് പ്രസക്തി അല്ല, പൊതുവെ ഞാൻ ചോദിക്കുന്നത് ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ്. ഈ 5 മാസത്തെ ഞാനൊരു വളരെ ഹാർഡ് കോർ BJP പ്രവർത്തകരാണ്. മനസ്സിലായി. RSSന്റെ ശാഖയിൽ പോയി ABVPയുടെ പ്രവർത്തനത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ താലൂക്ക് പ്രസിഡന്റ് എന്നുള്ള ഏറ്റവും താഴെത്തട്ടുള്ള പ്രവർത്തനം നടത്തി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയായി BJPയുടെ ജില്ലാ പ്രസിഡന്റായി ഇതിനിടയ്ക്ക് നിരവധി ചുമതലയുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൽ നിരവധി ചുമതല. ഇതൊക്കെ വഹിച്ച് വളർന്ന മരിക്കുന്നതുവരെയും BJPക്കാരനായിട്ട് ഒരു ഹാർഡ് കോർ BJP പ്രവർത്തകനാണ്. ഞാനാണ് ഇവിടുത്തെ മേയർ. എൻ്റെ പാർട്ടിയാണ് എന്നെ മേയറാക്കിയത്. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് മേയർ തന്നെയാണ്, സംശയമില്ലല്ലോ. 4.5 മാസത്തെ 5 മാസത്തെ പ്രവർത്തനം എടുത്തിട്ട് UDFന്റെ LDFന്റെ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരുൾപ്പെടെ LDFന്റെ CPMന്റെ കൗൺസിലർമാരുൾപ്പെടെ കോൺഗ്രസിന്റെയും മറ്റുള്ള ഘടകകക്ഷികളുടെയൊക്കെ ഏത് കൗൺസിലറെയും വിളിച്ചിട്ട് അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ചോദിച്ചു നോക്കണം. ഒരാളെങ്കിലും അത് പറയട്ടെ. ഈ ഭരണം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും പറയട്ടെ. കോൺഫിഡൻസ്. പൊളിറ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, മറ്റേതെങ്കിലും തരത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് ഒരാൾ പറയട്ടെ. ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെങ്കിലും പറയട്ടെ. ഒരു പൊളിറ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ കഴിഞ്ഞ 5 മാസമായി ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നവരാരെങ്കിലും പറയട്ടെ. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവർത്തിച്ചാൽ പോലെ. അല്ല, അപ്പൊ നമ്മളത് ജസ്റ്റ് ആളുകളെ പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളത്. നമ്മളെന്താണ് നമ്മൾ പ്രവർത്തിച്ച് പോയാൽ മതി. പിന്നെ നമ്മൾ എങ്ങനെ പ്രവർത്തിച്ചാലും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അതൊക്കെ ആസ്വദിച്ചങ്ങ് പോവാന്നുള്ളത്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകളൊക്കെ എങ്ങനെയാ കാണുന്നത്? എല്ലാം കാണാറില്ല. കാണുന്നതിനെ വേറൊരാളിനെ ട്രോളുമ്പോഴേക്കും നമുക്കെന്ത് തോന്നുന്നു അതുപോലെ കിട്ടങ്ങ് വിടും. അതവരുടെ ഒരു ജോലിയാണല്ലോ. മൈൻഡ് ചെയ്യാതെ വിടും. അല്ല, മൈൻഡ് ചെയ്യാതൊന്നുമല്ല. മൈൻഡ് അതിന് ആസ്വദിക്കാറുണ്ട്. പിന്നെന്ത്, അതൊക്കെ ആസ്വദിക്കാറുണ്ട്. ട്രോളുകളൊക്കെ ചിലതൊക്കെ ആസ്വദിക്കാറ്, ചിലത് കാണാറില്ല. ട്രോള് നോക്കി നടക്കണ പരിപാടിയൊന്നുമില്ല. ട്രോൾ നോക്കി നടന്നാൽ അതിനെ സമയം കിട്ടുള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തു പോകും. പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകും. ട്രോളുന്നവരുടെ അവർ ട്രോളിക്കോട്ടെ, അവരിങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോ 5 വർഷത്തെ ഒരു വലിയ പ്ലാൻ കാര്യങ്ങളൊക്കെ. 5 വർഷത്തെ അല്ല, 2047 വരെയുള്ള പ്ലാനുണ്ട്. അപ്പം ഇനി നമ്മൾ കോർപ്പറേഷൻ ഭരണം വിട്ടുകൊടുക്കുന്നില്ല, ജനങ്ങൾ കൊടുക്കത്തില്ല. 5 മാസം കൊണ്ട് അത് ബോധ്യമായി. 5 മാസമല്ലേ ഭരണം കിട്ടുന്നതിന് അത് ബോധ്യമായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഞങ്ങളെ ഭരണത്തിൽ നിന്ന് മാറാൻ അനുവദിക്കില്ലെന്ന്. ഓക്കെ. അപ്പൊ 2047 വരെ 2047 ആകുമ്പോൾ ഇന്ത്യ ലോകത്തിലെ 1ാമത്തെ സാമ്പത്തിക ശക്തി ആകുമ്പോഴേക്കും അതിൽ ഏറ്റവും കൂടുതൽ അതിൽ സംഭാവന ചെയ്യേണ്ട, സാമ്പത്തികമായി ഉൾപ്പെടെ സംഭാവന ചെയ്യേണ്ട തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാണെന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ അപ്പോൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാനില്ല. ആ 2047 ആകുമ്പോഴത്തേക്കും കേരള സംസ്ഥാനം BJPയുടെ ഒരു ഭരണം അതിന് മുമ്പ് തന്നെ വരും. അത്രയൊന്നുമുണ്ട്, ജസ്റ്റ് അടുത്ത് വരും. ഏകദേശം ആയിട്ടുണ്ട് സമയത്ത്. ആയോരില്ല. ഇപ്പൊ തന്നെ പ്രതിപക്ഷം ഞങ്ങളില്ലേ അതിനകത്ത്. 137 പേര് ഒരു ഭാഗത്തും 3 പേര് വേറൊരു ഭാഗത്തും അല്ലേ? വേറൊരു ഭാഗത്ത്. തീർച്ചയായിട്ടും വലിയ കോൺഫിഡൻസ് ആണല്ലോ അത്. അല്ല, അത് വസ്തുതയാണ്. അമിതാത്മവിശ്വാസം എന്നല്ല, വസ്തുതയില്ലേ, അത് റിയാലിറ്റി അല്ലേ. അപ്പം ശരിക്കും വളരെ റീസെന്റ് അടുത്ത കാലഘട്ടത്തിൽ തന്നെ BJP കേരളം ഭരിക്കും എന്നുള്ള ഉറപ്പുണ്ട്. കൃത്യമായിട്ടുള്ള വിഷനും മിഷനും ഉണ്ട്. ഓക്കെ. അത് 2 പേര് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ BJP കൃത്യമായ വിഷനും മിഷനും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ല ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് കൃത്യമാണുണ്ട്. ഞങ്ങളുടെയൊക്കെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ 2047 ഇന്ത്യ ലോകത്തിന് നേതൃത്വം കൊടുക്കണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്ക് തന്നെയാണ് ഞങ്ങളെല്ലാവരും പോകും. ഞങ്ങളുടെ ഫോക്കസ് മുഴുവൻ അതിലോട്ടാണ്. 2047 ആകുമ്പോൾ ആര് പ്രധാനമന്ത്രി ആയിരിക്കും, ആര് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആയിരിക്കും, ആര് മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ളതൊന്നും ഞങ്ങളുടെ മുമ്പ് മനസ്സിലില്ല. ഇന്ത്യ ആയിരിക്കണം ലോകത്തിൻ്റെ ലോകത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്, എല്ലാ മേഖലയിലും നേതൃത്വം കൊടുക്കേണ്ടത് ഭാരമായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ, ആ ഒരു വർക്കിംഗ് പ്രൊസീജിയറാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. ഞാൻ കേട്ടിട്ടുണ്ട് നരേന്ദ്രമോദി അദ്ദേഹം ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഇലക്ഷൻ കഴിഞ്ഞു, കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു, ഇതിന് ഫുൾ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു, തമിഴ്നാട്ടിലെ ഉൾപ്പെടെയുള്ള ക്യാമ്പയിന് നേതൃത്വം കൊടുത്തിട്ട് ആ ഒരു കുറച്ച് സമയം പോലും സ്പെൻഡ് ഇവിടെ വെറുതെ കളയാതെ അടുത്ത സ്റ്റേറ്റിലേക്ക് അടുത്ത വർഷത്തെ ഇലക്ഷനുള്ള ക്യാമ്പയിൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ആ ഒരു നേതാവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ട സംഭവം അറിയാമല്ലോ. അതെ. മരണ ചടങ്ങ് ഏകദേശം ഒരു 8-9 മണിയോട് കഴിഞ്ഞ് അദ്ദേഹം 9:30 മണിക്ക് കൽക്കട്ടയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് 9:30 മണിക്ക് അദ്ദേഹം ഓൺലൈൻ മീറ്റിംഗ് പങ്കെടുത്തു. ഓൺലൈൻ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ട് കൽക്കട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി.
24/7 രാജ്യസേവനം. 24/7 അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ 2-3 മണിക്കൂർ ഉറങ്ങുമായിരിക്കാം. അദ്ദേഹം അനുഗ്രഹിച്ചു വിട്ട ഭരണസമിതിയാണ് ഈ ഭരണസമിതി. ഉം. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹത്തിൻ്റെ ശക്തി ചെറിയ ശക്തിയല്ല, അത് റിഫ്ലക്റ്റ് ചെയ്യും. അത് തിരുവനന്തപുരത്തിനും കേരളത്തിനുമാണ് അതിൻ്റെ ഗുണം. അപ്പോൾ എന്തായാലും 2047 ആ ഒരു വിഷനും മിഷനും ഒക്കെ പൂർത്തിയാകട്ടെ. തിരുവനന്തപുരം എന്തായാലും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 സിറ്റി ആവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.